ലൈഫിൽ പലപ്പോഴും സ്റ്റക്കായിട്ടും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടും എല്ലാം നമുക്ക് തോന്നാറില്ലേ? അപ്പം പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ബെറ്ററായിട്ട് തിങ്ക് ചെയ്യാനാണ് നോക്കേണ്ടത്. ഇവിടെയാണ് അഫർമേഷൻസിൻ്റെ ഒരു റോള് വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് സിമ്പിളായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഫ്രേസസ് നമ്മുടെ മൈൻഡ് സെറ്റിനെ റീപ്രോഗ്രാം വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫോക്കസ് ബൂസ്റ്റ് ചെയ്യാനും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഓൾ അബൌട്ട് അഫർമേഷൻസ്. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ പേർപ്പസ്. നമ്മുടെ രാവിലെകൾ ഒരു അഫർമേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ടുഡേ ഐ ചൂസ് ഫോക്കസ് ആൻഡ് ജോയ്. ഉറക്കെ തന്നെ നമ്മളിത് പറയുക. അത് തന്നെ നമ്മുടെ ഒരു ഡേൻ്റെ ടോൺ സെറ്റ് ചെയ്യും. നമ്മുടെ ബ്രെയിനെ അത് റിമൈൻഡ് ചെയ്യും നമ്മുടെ ഇൻറ്റൻഷൻസ് എന്താണെന്നുള്ളത്. അതുപോലെ ഒരു മെൻ്റൽ ഷിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യും. അത് നമ്മൾ ജസ്റ്റ് ലൈഫിനോട് റിയാക്ട് ചെയ്യല്ല, നമ്മൾ ലൈഫിനെ ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ് ദാറ്റ് യു ആർ ഇൻ ചാർജ്. കാരണം നമ്മൾ പറയുകയാണ് ഞാൻ ഇന്ന് ചൂസ് ചെയ്യാണ് ടു ബി ഫോക്കസ്ഡ് ആൻഡ് ടു ബി ജോയ്ഫുൾ. അപ്പോൾ നാച്ചുറലി നമ്മൾ കൂടുതൽ മൈൻഡ്ഫുൾ ആവുകയും ചെയ്യും എങ്ങനെ നമ്മൾ നമ്മുടെ ടൈം ആൻഡ് എനർജി യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ ഇൻറ്റൻഷണൽ തോട്ട്സാണ്. അപ്പോൾ നമ്മുടെ ചോയ്സസ് അത് ഷേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു ട്രാക്കിൽ നിൽക്കാനും പറ്റും. നെഗറ്റീവ് സെൽഫ് ഡിസ്ട്രാക്ഷൻസ് എല്ലാവർക്കും കോമൺ ആണല്ലേ. എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കെന്തൊരു മടിയാണ്, ഇങ്ങനെ പല കാര്യങ്ങളും വരാറുണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഐ എം സോ ലേസി, അല്ലെങ്കിൽ ഐ എം ലേണിംഗ് ടു ബി കൺസിസ്റ്റൻറ്റ്. അങ്ങനെ വരുമ്പോഴാണ് ഈ സെൽഫ് ഡൗട്ടിനെ മാറ്റി നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്ന നെഗറ്റീവ് മെൻറ്റൽ പാറ്റേൺസിനെ ഇൻട്രപ്റ്റ് ചെയ്തിട്ട് അതിനെ എൻകറേജ്മെൻറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഓവർ ദ ടൈം നമ്മുടെ ബ്രെയിൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ബിലീവ് ചെയ്യുകയും ചെയ്യും. അത് നമ്മുടെ കോൺഫിഡൻസും പ്രൊഡക്ടിവിറ്റിയും എല്ലാം ബൂസ്റ്റപ്പ് ചെയ്യും. പിന്നെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നതും നമുക്ക് ഗിൽറ്റി അടിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതും എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പം നമ്മളോട് തന്നെ നുണ പറയുകയൊന്നുമല്ല ഇത്. നമ്മൾ ബെറ്ററായിട്ട് തിങ്ക് ചെയ്യാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഹെൽപ്ഫുൾ തോട്ട്സ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണുന്ന ഒരു സ്ഥലത്ത് അഫർമേഷൻസ് എഴുതിയിടുക. നമുക്ക് സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യാം. മിറേഴ്സിലും ഡെസ്കിലും ഫ്രിഡ്ജിലും എല്ലാം. ഇപ്പം പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ, ഐ ക്യാൻ ഹാൻഡിൽ വാട്ട് ടുഡേ ബ്രിങ്സ്, പിന്നെ അതുപോലുള്ള വിഷ്വൽ റിമൈൻഡേഴ്സ് നമ്മുടെ മൈൻഡ് സെറ്റിനെ ഒത്തിരി ബൂസ്റ്റ് ചെയ്യും. അതുപോലെ നമ്മളത് റിപ്പീറ്റഡ്ലി കാണുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലത് പതിയുകയും ചെയ്യും. ശരിക്കും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനും പറ്റും. നാച്ചുറലി നമ്മുടെ ആക്ഷൻസ് നമ്മൾ ഈ ബിലീവ് ചെയ്യുന്ന തോട്ട്സായിട്ട് അലൈൻഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ എഫിഷ്യൻസിയും ഇമോഷണൽ സ്റ്റേറ്റും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ബ്രേക്സ് ഒക്കെ കിട്ടുമ്പോൾ ആ സമയത്ത് ഐ ഡിസേർവ് റെസ്റ്റ് ആൻഡ് ഐ വിൽ റിട്ടേൺ റിഫ്രഷ്ഡ്, അങ്ങനെയുള്ള അഫർമേഷൻസ് പറയുക. അപ്പോൾ ചെറിയ ചെറിയ ബ്രേക്കുകൾ വരുമ്പം അതെല്ലാം നമുക്ക് നമ്മളെ തന്നെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ഗിൽറ്റി അടിക്കാറുണ്ട്. അപ്പം ആ സമയത്ത് നമ്മളിങ്ങനെ പറയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഗിൽറ്റി ഫീലിംഗ് മാറിയിട്ട് നമ്മുടെ ബ്രേക്ക് നമ്മൾ മൈൻഡ്ഫുള്ളി നമ്മൾ റീചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെന്നുള്ള ഫീലിംഗ് നമുക്ക് വരും. അപ്പം അത് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ടായി പോവാതെയും പിന്നീട് നമ്മൾ നമ്മുടെ വർക്കിലോട്ട് റിട്ടേൺ ചെയ്യുമ്പോഴത്തേനും ഒരു പുതിയൊരു എനർജി ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം മൊത്തത്തിൽ നമ്മുടെ വർക്ക് സെഷനും നല്ല പ്രൊഡക്റ്റീവായിട്ട് മാറും. അതുപോലെ ചാലഞ്ചിങ് ടാസ്കുകൾ വരുമ്പോൾ അതിന് മുന്നേ നമുക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാം. ഒരു ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പറയാം ഐ എം കേപ്പബിൾ ഓഫ് ദിസ്, ഐ ക്യാൻ ഫിഗർ ദിസ് ഔട്ട്. ഇങ്ങനെയുള്ള അഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിനെ ഷിഫ്റ്റ് ചെയ്യുകയും അതൊരു സ്ട്രെസ് മോഡിൽ നിന്ന് ഒരു പ്രോബ്ലം സോൾവിങ് മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ സ്ലോലി നമ്മൾ ബിലീവ് ചെയ്യുകയാണ് നമുക്ക് ഈ ടാസ്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ചേഞ്ച് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. സ്ലോലി നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് കുറയുന്നു. ആക്ച്വലി നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അഫർമേഷൻസിൻ്റെ കൂടെ ഡീപ്പ് ബ്രീത്തിങ്ങും കൂടി ചെയ്യുവാണെങ്കിൽ അപ്പോഴും അത് നല്ല എഫക്റ്റീവായിരിക്കും. നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് പറയുക ഐ എം കാം, ഐ എം ഫോക്കസ്ഡ് ആൻഡ് ഇൻ കൺട്രോൾ. ബ്രീതിങ്ങിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും അഫർമേഷൻസിന് കുറച്ചും കൂടി പവർഫുൾ ആവുന്നു. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യാനും നല്ല കൂടുതൽ മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് കൂടുതൽ ഫോക്കസ് വരാനും പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനും അതുപോലെ
മെൻ്റലി നമ്മൾ തളർന്നു പോകുന്നത് മാറാനും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓവറോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി തന്നെ കൂടുന്നു. ഐ ആം ബിക്കമിങ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. നമ്മളിപ്പം നമുക്ക് ഒരു അഫർമേഷൻസിലൊരു വിശ്വാസം ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക ഐ ആം ബിക്കമിങ് മോർ ഫോക്കസ്ഡ് എവറി ഡേ. ഇപ്പം നമ്മൾ അല്ലെങ്കിൽ ഐ ആം ഫോക്കസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നുണ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതല്ലാതെ നമുക്ക് പറയാം ഐ എം ബിക്കമിങ് മോർ ഫോക്കസ്ഡ് എവറി ഡേ. ഇത് കുറച്ചും കൂടി നമുക്ക് ബിലീവബിളായിട്ട് ഫീൽ ചെയ്യാം. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ തെറ്റായിട്ടുള്ളൊരു കാര്യം പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല. ഓവർ ദ ടൈം ആ ഒരു ജെൻറൽ അപ്രോച്ച് നമുക്ക് കോൺഫിഡൻസ് തരുകയും കൂടുതൽ പ്രൊഡക്റ്റീവ് ഹാബിറ്റ്സിലോട്ട് വരികയും ചെയ്യും. അപ്പം അതൊരു ഗ്രോത്ത് വെച്ച് നമുക്ക് ഡെയിലി ഇൻറ്റൻഷൻസ് വയ്ക്കാം. അതായത് എവറി മോർണിംഗ് നമുക്ക് പറയാം ടുഡേ ഐ ചൂസ് 1 ടാസ്ക് ആൻഡ് ഗിവ് ഇറ്റ് മൈ ഫുൾ അറ്റൻഷൻ. ഇങ്ങനത്തെ ഇൻറ്റൻഷണൽ അഫർമേഷൻസ് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫോക്കസ് കുറഞ്ഞു പോകുന്നതും എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ മൾട്ടി ടാസ്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ എഫിഷ്യൻസി ബൂസ്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു ക്ലിയർ ഡയറക്ഷനാണ് തരുന്നത്. നമ്മൾ കൂടുതൽ ഇൻ കൺട്രോളായിട്ടും കൂടുതൽ ബെറ്റർ റിസൾട്ട്സ് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. എൻഡിങ് ദ ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ്. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ പറയുക ഐ എം പ്രൗഡ് ഓഫ് വാട്ട് ഐ ഡിഡ് ടുഡേ ആൻഡ് ഐ റിലീസ് വാട്ട് ഐ ഡെൻറ്റ്. അപ്പം ഇന്ന് ഞാൻ അച്ചീവ് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് ആൻഡ് എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ ഐ എം ജസ്റ്റ് റിലീസിങ് ഇറ്റ്. അപ്പം നമ്മളുടെ ആ ഒരു ഡേ നമ്മൾ സെൽഫ് കൈൻഡായിട്ടാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അഫർമേഷൻസ് നമ്മളെ ബെറ്റർ റെസ്റ്റ് തരും. നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനും അതുപോലെ മെൻ്റൽ ക്ലട്ടർ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ലൊരു റെസ്റ്റ് ചെയ്തിട്ടുള്ള മൈൻഡാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ നല്ല പ്രൊഡക്റ്റീവായിരിക്കും. മേക്ക് ഇറ്റ് എ ഡെയിലി പ്രാക്ടീസ്. കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ അഫർമേഷൻസ് നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഡെയിലി ഹൈജീന് വേണ്ടിയിട്ടാണല്ലോ ബ്രഷിങ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് അഫർമേഷൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞതിലോ ഏതെങ്കിലും നിങ്ങളായിട്ട് സ്യൂട്ട് ചെയ്യുന്ന അഫർമേഷൻസ് ചൂസ് ചെയ്തിട്ട് ഡെയിലി അത് റിപ്പീറ്റ് ചെയ്യുക. ഓവർ ദ ടൈം നമുക്ക് മനസ്സിലാവും, നമുക്കൊരു ഷിഫ്റ്റ് ഉണ്ടാവുന്നതും നമ്മൾക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും. അത് വർക്ക് ചെയ്യുന്നതും നമുക്ക് മനസ്സിലാവും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. നമ്മൾ ഫോഴ്സ് ചെയ്ത് ഒന്നും ചെയ്യുന്നതല്ല, ബിക്കോസ് നമ്മളതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ്. സോ ഇന്നത്തെ വീഡിയോ അഫർമേഷൻസിന് എങ്ങനെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഡെയിലി അഫർമേഷൻസ് ചെയ്യാനൊരു മോട്ടിവേഷൻ കിട്ടിയെന്നും വിചാരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.